എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാൻ. ഒത്തിരി കൂട്ടുകാരുണ്ട്. കൂട്ടുകാർ അമ്മയെക്കാളുടെ സ്നേഹം കൂട്ടുകാരോടാ. പത്തില്ലോടാ. ഒരു പനി നീർ പൂ പോലെ ചേച്ചിയെ കാണുമ്പോഴേ ചേച്ചിക്ക് ചാവണമെന്നൊരു മോഹം തൊടുവാൻ, മുറിവിൽ താലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. നിങ്ങളുടെ അപ്പനായിട്ട് വന്നേനെ, ചുമ്മാ പറയുമല്ല. അല്ലയോടാ? യേശുവേ ഞാനൊരിക്കലും നിനച്ചതില്ല. പൊട്ടുകാരിയുടെ കാര്യ രക്ഷപ്പെടോ? എഴുന്നേറ്റ് നിൽക്കുക. നിന്റെ അച്ഛൻ എന്തിയെ? എഴുന്നേറ്റ് നിൽക്കുക. അമ്മ എന്തിയെ? അമ്മ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ വീട്ടിലെ അപ്പിടി പ്രതിസന്ധിയാണ്. പ്രതിസന്ധി ഒഴിഞ്ഞൊരു രാത്രി നിങ്ങളുടെ വീട്ടിലില്ല. ഈ ചേട്ടൻ ജീവിച്ചിരിക്കുന്ന യേശുവിൻ്റെ കരുതല. സത്യം. ഇവിടെ മേലൊരു ദൈവത്തിന്റെ വാക്തത്വം ഉണ്ട്. ഇന്ന് രാത്രി ദൈവങ്ങളെ വിടുവിക്കാൻ പോവാ. അവിടെ ഒരു വലിയ തകർച്ചയെന്ന് രക്ഷപ്പെട്ടായി നിൽക്കുന്ന സഭയൊന്ന് കൈയടിച്ച് യേശുവെ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആദരം ഒന്ന് തുറന്ന യേശു. കൊച്ചേ നീ പോവല്ലേ? അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരാവോ? വയ്യല്ലേ ബാബ. അവൻ ഇന്റർനാഷണൽ ഉഴപ്പാ ബാബാ. മനുഷ്യ നീ എനിക്ക് നിന്നെ അല്ലെങ്കിൽ ഞാൻ വന്ന് വിളിച്ചേനെ ഉറപ്പായിട്ടും. നിന്നെ വിളിക്കാൻ വന്നാ ഞാൻ. പിന്നെ ദേഷ്യം എങ്ങനെയുണ്ട്? ഭയങ്കര ദേഷ്യ. അവന് ദൈവത്തെ വിശ്വാസമില്ല. പിന്നെ ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു. അവനെ അന്നേരം ഞാൻ നോക്കി വെച്ചാ, എടാ നിന്റെ അമ്മ ഈ നടന്നിവിടെ വന്നില്ലേ? ഇത് യേശുവിൻ്റെ അത്ഭുത. നിന്റെ അമ്മയെ നിത്യരോഗിയെ പോലെ കിടത്തിക്കളയാൻ നിന്റെ അമ്മയ്ക്കെതിരെ പൈശാചിക പോരാട്ടം ഉണ്ടായിരുന്നു. നിന്റെ അമ്മ തമ്പുരാനോട് പ്രാർത്ഥിച്ചോണ്ടാ നിന്റെ അമ്മ ആയുസോട് ഇവിടെ വന്ന് നിൽക്കുന്നേ. സത്യമാണോ? നിങ്ങളൊന്ന് കൈയടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറ. എടാ നീ എന്നാ കോഴ്സ് കഴിഞ്ഞു? ഇനി എന്തോന് പോവാനാ? ഇവനൊന്നും പൂർത്തീകരിക്കത്തില്ല. സത്യം അല്ലയോടാ? ഒത്തിരി കൂട്ടുകാരുണ്ട്. കൂട്ടുകാരാ അമ്മയെക്കാളുടെ സ്നേഹം കൂട്ടുകാരോടാ. സത്യല്ലോടാ? കൈ ഉയർത്തി രാമയും പറ. എടാ ഉള്ളതല്ലാത്ത ഒന്നും ഞാൻ പറയത്തില്ല. എല്ലാം ഇപ്പൊ കാതി പറയും. ബാക്കി എല്ലാം ഇവിടെ നിന്ന് അവനെ പാൻ്റെ പിടിച്ച് കച്ച എല്ലാം പറയല്ലെന്ന് എല്ലാം പറയത്തില്ല. ഡാ നിനക്കിപ്പം മനസ്സിലായില്ലേ കർത്താവിനെല്ലാം അറിയാവുന്ന കുഞ്ഞ? നിന്റെ അമ്മ, ഞാൻ നിന്റെ അമ്മയെ കാണുമ്പോൾ നിന്റെ ചേട്ടത്തി അനിയത്തിയാണോ? ചേച്ചിയെ കാണുമ്പോഴേ ചേച്ചിക്ക് ചാവണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇല്ലേടി? ഉണ്ട്. ഞാൻ നിന്നോട് ദൂത് പറയാ, നീ ചാവുമല്ല. ഇന്ന് രാത്രി നിന്റെ ജീവൻ ദൈവം അത്ഭുതമായി നിനക്ക് തിരിച്ചു തരാൻ പോവാ. നീ ഒരു രാജ്യം കടന്ന് യാത്ര ചെയ്യും. നിന്റെ മോഹമാ ജർമ്മനിക്ക് പോകണമെന്ന്. പക്ഷെ എല്ലാ വഴിയും നിന്റെ മുമ്പിൽ അടഞ്ഞു നിൽക്കുക. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുക, നിനക്കൊരു വഴി വെട്ടി തുറക്കാൻ പോവാ ഈ രാത്രി. യേശു കൈയടിച്ചു ദൈവത്തിന് ആദരം തുറന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് ഇന്ന് രാത്രി യേശുവിന് നന്ദി പറഞ്ഞേ. അമ്മേ എത്ര ഓപ്പറേഷൻ കഴിഞ്ഞു? ഡോക്ടർമാരെ ശരിക്കും പറഞ്ഞ് നമ്മൾ നടക്കുകയല്ല. പക്ഷെ ദൈവം നമുക്ക് ആരോഗ്യം തരാൻ പോവാ. ഇന്ന് രാത്രി കാലുകൾക്ക് ബലമില്ല. കാലിന് ബലമില്ല. രണ്ട് കാലിനും ബലമില്ല. സത്യം. എന്നോട് യേശു പറയുക, ഞാൻ നമ്മളെ കണ്ടപ്പോ എടാ അമ്മയില്ലാത്ത ജീവിതം ഭയങ്കര സങ്കട അല്ലയോ? ആന്നു അമ്മ വേണ്ടേ? അമ്മേ ഇന്ന് രാത്രി നിങ്ങളെ തമ്പുരാ സൗഖ്യമാക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ടും ദൈവത്തിന് വേണ്ടി നിൽക്കും. ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ഇവൻ ഇന്ന് തൊട്ട് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. ബാക്കിയെല്ലാം അവന്റെ കാതി ഞാൻ പറയും, എടാ ഇന്ന് തൊട്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവോ? ഇരിക്കും. കൈ അടിക്കുമല്ലോ. ഈ ഓന്ന് പറയുന്നത് ഇവിടെ പറയുന്നതാണോ? ശരി ശരി ഓക്കെ. എന്തായാലും നാളെ തൊട്ട് അവൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. പ്രേസലുകാരുടെ നമ്പർ വാങ്ങിച്ചേക്കണം. ഇരുന്നില്ലെങ്കിൽ ഫോൺ വിളിച്ചേക്കണം. വണ്ടി വിളിച്ച് ഞാനിങ്ങ് വരും. നിങ്ങൾ കൈയടിച്ച് ദൈവത്തിൻ്റെ സ്വോത്രം പറ. എടി മോളെ, മരിക്കുന്ന കാര്യം നമ്മൾ മാറ്റിയില്ലയോ? മാറ്റി. നമ്മൾ ചാവാൻ പോവല്ല, ജർമ്മനി പോകാൻ തുടങ്ങുക.
ജർമ്മനി പോകുന്നൊക്കെ മാറ്റി വെച്ചില്ലയോ? മാറ്റി വെച്ചു. നീ കൊടുകൂടാ കരയുമ്പോ യേശു പറയുക, വലിയ പ്രതീക്ഷയോടെ ജർമ്മനി പോകും എന്നൊക്കെ വിചാരിച്ചു. അതിനുവേണ്ടി ഒത്തിരി പഠിച്ചു, ഒത്തിരി എക്സാം എഴുതി, എല്ലാ വഴി അടഞ്ഞു. സത്യം ആണോ? കർത്താവ് എന്നോട് പറയാ, നിനക്ക് വേണ്ടി ഒരു വഴി വിട്ടു. ഇന്ന് രാത്രി നിങ്ങളൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ ഇന്ന് രാത്രി കാഞ്ഞിരംകുളത്ത് ഇറങ്ങി വന്നൊരു ദൈവശക്തിയുണ്ട്. ഈ രാത്രി കാഞ്ഞിരംകുളത്തുകാരോട് ഞാൻ പറയുക, ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കുക. ചേട്ടൻ, ചേട്ടനെ അവിടെ നിന്ന് കണ്ടപ്പോ യേശു എന്നോട് പറഞ്ഞു, ചേട്ടൻ ചത്തുകൊണ്ടിയായിരുന്നു, മരിക്കൺ. സത്യം പറയും. അന്നു ഞാൻ ശരിക്കും കണ്ട നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് നിങ്ങൾ മരിച്ചു എന്നെല്ലാം കേട്ടതാ. ഇത് സത്യം, സത്യം. നിങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്ന ഈ കൊച്ചിന് പിള്ളേരുടെ നന്മ കാണാൻ വേണ്ടിയാ. അതിന് ആയുസോടെ ദൈവം ഇട്ടേക്കുന്നേ. നിങ്ങളെ കൈയൊന്നടിച്ച് കർത്താവിന് സ്വോത്രം പറ. നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാവും. അതിന്റെ തുടക്കം ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ പോവാ. ഒരു തടസ്സം നിങ്ങളുടെ വീട്ടിലുണ്ട്, എന്തുവാന്ന് എനിക്കറിയാം. ഈ യോഗം കഴിഞ്ഞ് എന്നെ കണ്ടോ, ഞാൻ അന്നേരം പറയും എന്നാ കാര്യമൊന്ന്. കർത്താവ് എന്നോടൊരു കാര്യം പറയുക, ഈ തടസ്സം ഇന്ന് രാത്രി ദൈവം പൊട്ടിച്ചു വിടാൻ പോവാ. മിഥുന്റെ അമ്മയുടെ പേരെന്തുവാ? എടാ, ദൈവത്തെ വിശ്വാസമായോ? ആയി. നിങ്ങൾ കൈയടിച്ച് സ്വോത്രം പറ. നിർത്തും. കേട്ടില്ലയോ? നിർത്തി അവൻ ഇന്ന്. നിർത്തിയില്ലയോടാ? ആ, നമ്മൾ ഇവന് വേണ്ടി എത്ര വയസ്സുണ്ട്? 18 വയസ്സ്. എത്രാമത്തെ വയസ്സ് തുടങ്ങിയതാ? 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ. എനിക്ക് ശരിക്കും നീ കുഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ അറിയോ? അത്ര അറിയത്തില്ല. ഉണ്ട് കേട്ടോ, വലിയ ജഗജില്ലിയാവൻ. നിങ്ങൾ കണ്ടതിനേക്കാളും വലിയ പുള്ളിയാവൻ. ആ കുഞ്ഞേ, ഇതൊന്നും കുഴപ്പമില്ല. അതിനേക്കാൾ മുമ്പ് തുടങ്ങിയവരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. തുടങ്ങിയതെല്ലാം നമ്മൾ ഇന്ന് നിർത്തുക, അല്ലയോ? നിർത്തും. നിങ്ങൾ കൈയടിച്ച് ഒരു ആമീൻ പറ. ഇവൻ യേശുവിന്റെ സാക്ഷിയാവും. നിന്റെ അച്ഛനും അമ്മയും ദൈവം ജീവനോടെ തരും. അവർക്ക് ആയുസ് ദൈവം കൊടുക്കും. ആയുസിനെതിരെ ഒരു പോരാട്ടം ആ വീട്ടിലുണ്ട്. എത്ര ബ്ലോക്ക് ഉണ്ടെന്നാ ഡോക്ടർമാർ പറഞ്ഞേ? മെയിൻ ആർട്ടറിക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കൈയടിച്ച് ഒരു ആമീൻ പറ. ഇത് സ്കാൻ ചെയ്തിട്ട് പറയുന്നല്ലേ, യേശു എന്നോട് പറയുന്ന. അന്ന് തട്ടിപ്പോയനെ ഇവരുടെ കണ്ണുനീരാ. ഒത്തിരി പ്രാർത്ഥിച്ചു. കുടിക്കുമായിരുന്നില്ലയോ? പണ്ട് കുടിയായിരുന്നു, കുടിയോടുകൂടി. സത്യമല്ലയോ? ആന്നു. ഈ കൊച്ചൊന്നും ജീവിതത്തെ സ്വസ്ഥത കണ്ടിട്ടില്ല. വിഷമിക്കണ്ട, നിങ്ങളുടെ അടുത്ത പതിപ്പായിട്ടാണ് ഇവൻ വരുന്നേ. ഇവിടെ കൊണ്ടുവന്നോണ്ട് നിങ്ങളുടെ രക്ഷപ്പെട്ടു. നിങ്ങളുടെ അപ്പനായിട്ട് ഇവൻ വന്നേനെ. ചുമ്മാ പറയുമല്ല, അല്ലയോടാ? വന്നേനെ. ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ രക്ഷപ്പെട്ടു. പക്ഷേ മുഴങ്കാലിരിക്കെ, മുട്ടയിരിക്കെ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാവരും കൈനീട്ടി പിടിക്കുവനെ. യൗവനക്കാരൻ ചെറുക്കനാ ഇവൻ. മോനെ, നിന്നോട് ഞാൻ പ്രവചനം പറയുക, ദൈവം നിന്നെ ആദരിക്കും. നിനക്കൊരിക്കലും സ്വപ്നം കാണാത്ത പോലെ ഒരു വഴി തുറന്നു വരും. നീ ഒരു രാജ്യം വരെ കടന്നുപോകും. നിന്നോടുള്ള ദൈവത്തിന്റെ പ്രവചനം ഇന്ന് രാത്രി ഞാൻ പറയുക. നിന്റെ സ്ഥിതിഗതികളൊക്കെ മാറും. നിന്റെ കൂട്ടുകാരെക്കാൾ ശ്രേഷ്ഠമായ ദൈവം നിന്നെ മാനിക്കും. നിന്റെ അമ്മയുടെ ഒരു കണ്ണുനീര് നിന്റെ മണ്ടയ്ക്ക് കിടപ്പുണ്ട്. ഇന്ന് രാത്രി ഒരു ദൈവത്തിന്റെ പ്രവൃത്തി കൊച്ചിന്റെ മണ്ടയ്ക്ക് ചലിക്കുക. എല്ലാരും കൂടെ കൈയൊന്ന് നീട്ടിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് എല്ലാരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച, തമ്പുരാനെ ഈ കൊച്ചിന് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ഈ പട്ടണത്തിന്റെ നടുവിൽ വെച്ച് നടന്ന യോഗത്തിൽ ഇവനെ ദൈവം തൊട്ടതിന് സ്തോത്രം പറയുക. ഇന്ന് രാത്രി ഇവന്റെ അകത്തു ദൈവശക്തിയും ദൈവത്തിന്റെ കൃപയും വ്യാപരിച്ചു വരട്ടെ. ഇവനെ കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെട്ടു വരട്ടെ. ഇവൻ അത്ഭുതമായി തീരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. എഴുന്നേറ്റ് നിൽക്കടാ. എടാ, ഈ കഴുത്ത് ഇട്ടേക്കുന്ന സ്വർണ്ണമാണോ വെള്ളിയാണോ? അല്ല, ഊരിത്താ. പൊട്ടിച്ചോ? ഞാൻ ഇനി എണ്ണാൻ തരത്തില്ല. ഇതൊന്നും ഇടരുത്. നീ ബട്ടൺസ് കുത്തണം. കുത്തിക്കോ, പിടിച്ചോ. വേണ്ട, നാളെ വൈകിട്ടോട്ട് കുടുംബ പ്രാർത്ഥന ഇരിക്കണം. ഇരിക്കുവോ? ഇവൻ യേശുവിന്റെ ആളാവും. ഇവൻ രക്ഷപ്പെടും. ചുമ്മാ പറയുമല്ല, ഇവൻ രക്ഷപ്പെടും. ഇവനൊരു വൈദേശിക മണ്ണി കാലുവെക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതികളൊക്കെ മാറും. ദൈവം വഴി തുറക്കുമ്പോ ഒറ്റക്കല്ല.
ഒരു കാര്യം നിങ്ങൾക്കറിയോ, ഞാൻ ഇവന്റെ ബട്ടൺസ് ഇരുന്നപ്പോ ഇവിടെ ഇരുന്ന 8 പേര് ബട്ടൺസ് ഇട്ടു. ഈ എന്നെ കാണാൻ വരുന്ന ആമ്പിള്ളാരെ കമ്മലൊക്കെ ഊരി പോക്കറ്റ് ഇട്ടോണ്ടാ വരുന്നത്. പിന്നെ എനിക്ക് പോക്കറ്റ് ഇട്ടതും കാണാം. സ്വത്രം പറ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ അവിടെ എറണാകുളത്തെ യോഗത്തിന് വന്നപ്പം അവന്റെ കാതിൽ 5 കമ്മലുണ്ട്. 5 ഊരി പോക്കറ്റ് ഇട്ടു. ഞാൻ സൂക്ഷം പോലെ എടുപ്പിച്ചു. ഒരു ആമീൻ പറ. പോക്കറ്റിലുള്ളതൊക്കെ എനിക്ക് കാണാം. മിണ്ടുന്നില്ല. കൈപൊക്കെ ഒരു ആമീൻ പറഞ്ഞേര്. മക്കളെ, യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കുവോ? നീ ഇന്റർനാഷണൽ ഉഴപ്പാ. എൻ്റെ ബാക്കിയാ. നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയൊന്നുമില്ല നമുക്ക്. ഒരു സ്വത്രം പറഞ്ഞ നിങ്ങള് മക്കളെ, വിടുതല കിട്ടണേ പ്രാർത്ഥിക്കണം. വേണ്ടായോ? ജർമ്മനി പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ജർമ്മനി പോകാത്തപ്പോൾ യേശുവും വേണ്ട, ദൈവവും വേണ്ട, ഒന്നും വേണ്ട. സത്യം സത്യം. എടി, നിന്റെ കരച്ചിൽ കാണുമ്പോൾ എനിക്കും കരച്ചിൽ വരുവാ കേട്ടോ. പക്ഷെ ദൈവം എന്നോട് പറയുവാ, നിനക്ക് ദൈവം വഴിവെട്ടിത്തരും.